ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൺട്രോൾ പാനലിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു പാനൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാനൽ നമ്മൾ ഫുൾ അസംബ്ലി നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും തുടക്കം ഇതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ആ ബോർഡ് മാത്രം, അകത്തുള്ള ബോർഡ് മാത്രം നമ്മൾ അഴിച്ചെടുത്തിട്ട് അതിനകത്ത് ഈ VFDസും അതേപോലെ സ്വിച്ച് ഗിയേഴ്സ്, ഇതിൻ്റെ വയറിങ്, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഇതാണ് ആ പാനലിനകത്തുള്ള സ്റ്റേജ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഡാൻഫോഴ്സിൻ്റെ VFDs ആണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ നെയിം പ്ലേറ്റ് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊരു ബോർഡിനകത്താണ് ഈ പറയുന്നത് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ ആ ബോർഡിനെ നമ്മൾ നേരെ എടുത്തിട്ട് പാനലിനകത്ത് ഫിക്സ് ചെയ്യണം. ആദ്യം നമ്മൾ ബോർഡിലായിരുന്നു ചെയ്ത്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബോക്സിനകത്തേക്ക് ഇത് ഫിറ്റ് ചെയ്ത് വെക്കുന്നു. ഫിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമ്മൾ എന്താ വെച്ചാൽ ഈ പാനലിനകത്ത് അതിൻ്റെ ഡോറിലുള്ള കൺട്രോളേഴ്സും അതുപോലെ പുഷ് ബട്ടൺസ്, ഇൻഡിക്കേഷൻ ലൈറ്റ്സ്, ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം ഈ 5 VFDs ഉണ്ട്, അതായത് 6 VFDs. സോ ഈ 6 VFDയുടെയും സ്പീഡ് ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പാനലിനകത്ത് എന്ത് വെച്ചിരിക്കുന്നത്, അവിടെ ഇൻഡിക്കേറ്റർ വെച്ചിട്ടുള്ളത്. സ്പീഡ് കൺട്രോൾ അറിയാൻ വേണ്ടിയിട്ട്, എത്ര RPMലാണ് കറങ്ങുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 60% to 70% നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അതായത് ചാനൽ കണ്ടോ, PCB ചാനൽ, ആ ചാനലെല്ലാം നമ്മൾ പ്ലഗ് ഇൻ ചെയ്യണം. അതിനകത്താണ് ആക്ച്വലി ഈ വയറിംഗ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതെല്ലാം ജസ്റ്റ് പ്ലഗ് ചെയ്ത് നീറ്റായിട്ട് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാൻഫോഴ്സിൻ്റെ ആ VFDയുടെ കവർ, അതായത് കൺട്രോൾ ടെർമിനൽസിൻ്റെ കവറെല്ലാം നമ്മൾ റീകണക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം ഈച്ച് ആൻഡ് എവറി സ്റ്റേജ് നമ്മൾ ഇതിനകത്ത് കാണിക്കില്ല, അപ്പോൾ കൂടുതൽ ലെങ്തി ആയി പോകും. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജ് കഴിഞ്ഞതിൻ്റെ കാര്യങ്ങൾ, അതായത് അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ടെർമിനൽസിലെല്ലാം നമ്മളവിടെ നീറ്റായിട്ട് പ്ലഗ് ചെയ്തിട്ട് പവറാണ് ഈ ടെർമിനൽസ്. ഈ കളർ കോഡ് കാണിക്കുന്നത് പവർ ടെർമിനൽസ് ആണ്. അപ്പോൾ കസ്റ്റമർ സൈഡിലോട്ട് പോകുമ്പോൾ കസ്റ്റമർ ജസ്റ്റ് അവരുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി ടെർമിനലിനകത്ത്. അത്രയും നമ്മൾ റെഡിയാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാനൽ ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ ഈ പറയുന്നതാണ് ഇൻഡിക്കേഷൻ കൺട്രോളേഴ്സ്. ഇതിനകത്ത് അവർക്ക് സ്പീഡ് ഈസി ആയിട്ട് വാച്ച് ചെയ്യാം. നമ്മൾ എമർജൻസി സ്റ്റോപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ, അത് അവരുടെ കസ്റ്റമൈസ്ഡാണ്. ഇനി നമ്മൾ അതിൻ്റെ ഒരു കളർ, അവരുടെ കോഡ്, VFDക്ക് എല്ലാം നമ്പേഴ്സ്, കാര്യങ്ങൾ, സ്റ്റിക്കേഴ്സ് നമ്മൾ കൊടുത്ത് അതിന് കുറേ കൂടെ എന്താണ് ഒരു അട്രാക്റ്റീവായിട്ടും കസ്റ്റമർക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇൻഫോർമേറ്റീവ്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ കസ്റ്റമർക്ക് വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ VFDസിനും നമ്മൾ പ്രോഗ്രാം ചെയ്യണം. അതിൻ്റെ ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഇത് ഒരു VFDയിലാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒന്നുകിൽ ഡിറ്റോ ആണെങ്കിൽ എന്ത് ചെയ്യാം, ആ സെയിം കീപാഡ് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള 6 പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യണം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കോപ്പി പേസ്റ്റ് ആണ് ചെയ്യുന്നത്. കാരണം ഈ VFD 1, 2, 3 up to 5, 6 വരയ്ക്കും എന്താണ് സെയിം പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും കോപ്പി പേസ്റ്റ് ചെയ്തു റെഡിയാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഏകദേശം ഇതൊരു ഫിനിഷ്ഡ് സ്റ്റേജിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഫ്രീക്വൻസി 50 Hz കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള അതിനകത്ത് റൺ കമാൻഡ് കൊടുത്തില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ആദ്യത്തെ 2 അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ടെസ്റ്റിംഗ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും VFDയുടെ പാനൽസോ, കൺട്രോൾ പാനൽസോ, അല്ലെങ്കിൽ PLC കൺട്രോൾ പാനൽസോ, ഓട്ടോമേഷൻ പാനൽസോ ഒക്കെ ചെയ്യണമെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കത് വളരെ യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. താങ്ക്